കൃഷ ഇന്നെന്താ സ്പെഷ്യല്? അതെ, ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു വറുത്തരച്ച ചിക്കൻ കറി വെക്കാമെന്ന് നോക്കാം. വറുത്തരച്ച ചിക്കൻ കറി വെക്കുന്നതിന് ആദ്യം നമുക്ക് തേങ്ങ വറുക്കണം. ഞാൻ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ചിരകിയ തേങ്ങയും കുഞ്ഞുള്ളിയും ഇട്ട് ഇളക്കുക. അത് വീഡിയോ കിട്ടിയില്ല. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. അതൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ജീരകം ഇടുക. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കുറച്ചു നേരം ഇളക്കുമ്പോഴേക്കും അതിന്റെ കളർ മാറി വരും. നന്നായി ഇളക്കി തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. അതിന്റെ ചൂട് മാറിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ചിക്കന് മസാല പുരട്ടാം. തേങ്ങ വറുത്ത പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. മല്ലിപ്പൊടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ പറങ്കിപ്പൊടി ഇട്ടുകൊടുക്കുക. രണ്ടും ചൂടായി വരുമ്പോൾ അത് കഴുകി വെച്ച ചിക്കനിലേക്ക് ഇടുക. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക. നമ്മൾ വേറെ മസാലകളൊന്നും ഇതിലേക്ക് ഇടുന്നില്ല. മസാലയെല്ലാം നന്നായി പെരക്കിയെടുക്കുക. മസാല ചിക്കന്റെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ പെരക്കിയെടുക്കണം. മസാല ചിക്കനിലേക്ക് പിടിക്കാൻ കുറച്ച് സമയം വെക്കുക. ഞാൻ ഇവിടെ അരമണിക്കൂർ നേരത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ആ സമയം നമുക്ക് ചിക്കന് വേണ്ടി ഗ്രേവി തയ്യാറാക്കാം. അതിനായി ആദ്യം പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, പട്ട എന്നിവ ഇടുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക. ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തത്. അതൊന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. 2 പച്ചമുളക് നടുകെ മുറിച്ചത് ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അടുത്തതായി മുറിച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇടുക. ഉള്ളി വഴണ്ടി ലൈറ്റ് റോസ് കളർ ആകുമ്പോൾ അതിലേക്ക് 2 തക്കാളി മുറിച്ചത് കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക. അതെല്ലാം നന്നായി വഴണ്ടു വന്നതിന് ശേഷം നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുക. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആളുകൾ വരും. അത് പിന്നെ ഇതുപോലൊരെണ്ണം എല്ലാ വീട്ടിലുണ്ടെങ്കിൽ അത് പതിവാണല്ലോ. ചിക്കൻ ഇട്ടതിന് ശേഷം അതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ സമയം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരപ്പൊഴിക്കുമ്പോൾ നമുക്ക് വേണ്ട ഗ്രേവിക്കനുസരിച്ചുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അരപ്പിന്റെ പച്ചരുചി മാറിക്കിട്ടും വരെ തിളക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞങ്ങൾ നെയ്ച്ചോറിന്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നെയ്ച്ചോറിന്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.